ഇന്ന് നമുക്ക് ഈ കാണുന്ന കുറച്ച് ജേർണൽ സപ്ലൈസ് മേക്ക് ചെയ്യാം. എനിവേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തായാലും നമ്മളെ ചാനൽ ഗ്രോ ആയതിനു ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ലോങ് വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കയറിയാലുള്ളൂ നമ്മുടെ ചാനൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. എനിവേ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ജേർണൽ സപ്ലൈസ് മേക്ക് ചെയ്യാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ജേർണൽ സപ്ലൈസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും ജേർണൽ ചെയ്യുന്നില്ല. പക്ഷേ ജേർണൽ സപ്ലൈസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. കുറച്ച് A4 ഷീറ്റ്സ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓടിവായോ. കുറച്ച് സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ചെയ്യാം. സിമ്പിളിൽ എടുത്ത് പറയുന്നത് നിങ്ങളിത് കണ്ടിട്ട് അയ്യേ ഇതാണ് എന്ന് പറയരുത്. അതുകൊണ്ടാണ് ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ജേർണൽ പാറ്റേൺസ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ പേസ്റ്റൽ കളേഴ്സാണ്. അതായത് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ്, പേസ്റ്റൽ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജേർണലിങ് ചെയ്യുമ്പോൾ ഒന്നുകൂടിയും കംഫർട്ടായിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സാണ്. സോ നിങ്ങളുടെ അടുത്തുള്ള കളേഴ്സ് വെച്ചിട്ട് സപ്ലൈസ് ഉണ്ടാക്കിയാൽ മതി. സോ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഷേപ്പിൽ നമ്മുടെ പേസ്റ്റൽ ഗ്രീനി വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഒരു ലെയറിൽ മാത്രം ഒന്ന് ചെറിയ രീതിയിൽ കട്ടി കൂട്ടുക. പിന്നെ നമ്മുടെ ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഷേപ്പ്ലെസ് ആയിട്ട് തന്നെ എന്നാൽ കറക്റ്റ് നമ്മൾ വരച്ചതിൻ്റെ മേലിലല്ലാണ്ട് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെ കോമൺ ആയിട്ടുള്ള പിങ്ക് ഗ്രിഡ് പാറ്റേൺസാണ്. ജേർണൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മൈൻഡിലോട്ട് ഓടി വരുന്നൊരു കളറാണ് ഈ കാണുന്ന പിങ്ക്. എൻ്റെ പോലെ തന്നെയാണോ നിങ്ങളും എന്നറിയില്ല. അതേപോലെ തന്നെ ഈ ഒരു സെയിം പാറ്റേണും. കാരണം ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ അധികം ഈ ഒരു മെത്തേഡ് വരുന്നതുകൊണ്ടാണോ അറിയില്ല, ജേർണൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നൊരു പാറ്റേൺ ഇതാണ്. സോ അപ്പം നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഫുള്ള് വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമാണോ എന്നറിയില്ല. ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അൺനെസസറി ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ മാക്സിമം മിണ്ടാതിരിക്കാം. സോ അറ്റ് ലാസ്റ്റ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഒരു ചെറിയ തീമിലാണ്. ഇത് വരയ്ക്കാനൊന്നും ഒരു പണിയില്ല. നമ്മളെ നോർമൽ രീതിയിൽ ചെറിയ വരയ്ക്കുക. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് റെഡ് കളറല്ല കേട്ടോ, കുറച്ചൊരു ലൈറ്റ് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ പറയാം. ആ ഒരു കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെ കുറച്ച് ചെറീസ് വരച്ചു കൊടുക്കുക. ദെൻ ഈ കാണുന്ന രീതിയിൽ ആ ഒരു ചെറീസിന് പിങ്ക് കളർ കൊടുക്കുക, അതിൻ്റെ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വണ്ണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് കളറ്, എൻ്റെയും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ഈ ഒരു പർപ്പിൾ ഇല്ലാണ്ട് പിന്നെ നമ്മളൊരു ജേർണൽ സപ്ലൈസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സപ്ലൈയും കൂടിയാണ് ഇത്. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുകയാണല്ലോ ഞാൻ, അപ്പോൾ പിന്നെ എനിക്കത് അത്ര കോമൺ അല്ല. സോ നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഈ ഗ്രിഡ് ലൈൻസിൻ്റെ ഉള്ളിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബോക്സിൽ നമ്മുടെ ഹാർട്ട് ഷേപ്സ് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിലുള്ള ബോക്സിൽ ആ പർപ്പിൾ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പർപ്പിൾ ജേർണൽ സപ്ലൈ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇത് മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ചിട്ടാണ് ഇതുപോലെ ഒരു ഷേപ്പ്ലെസ് അല്ലാത്ത കുറച്ച് ഷേപ്സ് വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള കളേഴ്സിൽ വരച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡ്സാണ്. കാരണം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് പ്രിഫർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ കുറച്ച് മൾട്ടിപ്പിൾ കളേഴ്സിൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരച്ചു കൊടുക്കുക.
ഈ കാണുന്ന സപ്ലൈസൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതാണ്. കാരണം ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇൻട്രസ്റ്റ് നോക്കി വരച്ചു, പിന്നെയുള്ളത് നോക്കാൻ ഭയങ്കര മടിയായി. സോ ഈ കാണുന്നത് പോലെ കുറച്ച് ഗ്രിഡ് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുക. ഇടയിൽ ഞാൻ പിങ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പിങ്കിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ബോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റിൽ നോക്കുമ്പോൾ ഒരുപാട് ബോ വെച്ചിട്ടുള്ള സപ്ലൈസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബോ വെച്ചിട്ടുള്ള സപ്ലൈയും കൂടി ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് നമുക്കൊരു ടൂലിപ്പ് ഫ്ലവേഴ്സ് വെച്ചിട്ടൊരു സപ്ലൈസ് ട്രൈ ചെയ്യാം. ഇതേപോലെ തന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ ടൂലിപ്പ് ഫ്ലവേഴ്സ് നമ്മുടെ പേജ് ഫുള്ളും വരച്ചു കൊടുക്കുക. പിന്നെ അതിന് ഗ്രീനിൽ അതിൻ്റെ കുറച്ച് തണ്ടുകളും വരച്ചു കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. പിന്നെ ഇടയിലൊക്കെ കുറച്ച് ലീവ്സും വരച്ചു കൊടുക്കുക. സംഭവം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസിനൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും സിമ്പിളാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സപ്ലൈ. ടോട്ടൽ നമ്മൾ എത്ര എണ്ണം ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് എണ്ണി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഇതാണ്. സോ ഇത് നമുക്കൊരു ഹേർട്ട് ഷേപ്പിലായിട്ടുള്ളൊരു സപ്ലൈസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള ജേർണൽ സപ്ലൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്ലൈസ് ഇല്ലാണ്ട് ജേർണൽ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് കുറച്ച് A4 ഷീറ്റ്സ് എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.